നമ്മുടെ സ്റ്റോറിൽ ബൈക്ക് മേടിക്കാൻ പലരും വരുമ്പോഴത്തേക്കും അവർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ബൈക്കൊക്കെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ എന്തൊക്കെയാണ് എക്സ്ട്രാ മേടിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഹെൽമെറ്റ് പറയും, പിന്നെ നമ്മൾ പറയും ബോട്ടിൽ ഹോൾഡേഴ്സ് പറയും, പിന്നെ നമ്മൾ ലൈറ്റ്സ് പറയും. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇതിൻ്റെ അത് മിക്ക ആളുകളും ഒഴിവാക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ പറയും പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞ് മാറിപ്പോകുന്നൊരു കാര്യമാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ജീവൻ്റെ വിലയുള്ള സാധനമാണ് ഈ ഹെൽമെറ്റ് എന്നുള്ളത് ഇന്ന് വീണ്ടും ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. കാര്യം ഇന്ന് രാവിലെ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ചെറിയ ആക്സിഡൻ്റ് ഉണ്ടാകുകയും ഞാൻ തെറിച്ച് പോവുകയും ചെയ്തു. തെറിച്ച് പോയി എൻ്റെ ഷോൾഡറും അതുപോലെ തന്നെ തലയുമാണ് പോയി ടാറുള്ള റോഡിൽ പോയി ഇടിച്ചത്. ഇടിച്ചപ്പോൾ കണ്ടില്ലേ, പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് പാടുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു പാടുണ്ട്, ഇവിടെ ഒരു പാടുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റിൻ്റെ അകം ഓൾറെഡി ബ്രേക്കായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ ഹെൽമെറ്റിന് എന്ത് വില നമ്മൾ കൊടുക്കണം? നമ്മളൊരു 3000 രൂപയ്ക്ക് മേടിക്കാൻ ഹെൽമെറ്റ് മടിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരും, നല്ലൊരു മിപ്സുള്ള ഹെൽമെറ്റ് മേടിക്കാൻ ചിലപ്പോൾ ഒരു 4500 പ്ലസ് വരുമായിരിക്കും. അപ്പം അത്രയും പ്രൈസ് ഉള്ളൊരു ഹെൽമെറ്റ് മേടിക്കാൻ നമ്മൾ മടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു തലയ്ക്ക് നമ്മൾ എന്ത് വാല്യൂ ആണ് നൽകുന്നത്? ശരിക്കും ഇന്ന് ഈ ഒരു ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു പക്ഷേ ഞാൻ തന്നെ കാണത്തില്ല. അത്രയ്ക്കും ഒരു വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ ഹെൽമെറ്റ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്. നമ്മുടെ പല സുഹൃത്തുക്കളും ഞാൻ കാണുന്നുണ്ട്, സ്ഥിരം റൈഡ് ചെയ്യുന്നവരായിരിക്കും, പക്ഷേ അവരുടെ പല റൈഡുകളിലും അവർ ഹെൽമെറ്റ് ഉപേക്ഷിച്ച് റൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി റൈഡിൽ മിക്കവാറും കേരളത്തിലുള്ള ഏത് കമ്മ്യൂണിറ്റി റൈഡാണെങ്കിലും എനിക്കറിയാം അവരെല്ലാം ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും കമ്മ്യൂണിറ്റി റൈഡ് അല്ലാത്തപ്പോൾ പലരും ഹെൽമെറ്റ് ഇല്ലാതെ റൈഡ് ചെയ്യും. ശരിക്കും ഞാൻ ഇന്ന് ഒരു ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ പലപ്പോഴും ഹെൽമെറ്റ് ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു. ഇനി തൊട്ട് ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞു. കാര്യം അങ്ങനെ കുറേ ആളുകളുണ്ട്, അവരാരും ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ല. ഹെൽമെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രശ്നം പലരും പറയുന്നത്, ഇതൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ആളുകൾ കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ചിലർ പറയുന്നത് തല വിയർപ്പ് താഴും, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ വാല്യൂ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു സാധനം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യണം. ഹെൽമെറ്റ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. ഹെൽമെറ്റിൽ നിങ്ങൾ സൈക്കിൾ ഔട്ടണ്ട, നിങ്ങൾക്ക് ഹെൽമെറ്റ് വെക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ നടക്കാൻ പോകും, അതായിരിക്കും നല്ലത്. അപ്പം ഈ ഒരു മെസ്സേജ് തരുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം നമ്മൾ സ്റ്റോറ് ശരിക്കും മാറുന്നതിൻ്റെ തിരക്കിലാണുള്ളത്. അപ്പം പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെയും സൈക്കിളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ബൈക്കുകളെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. സാധാ സൈക്കിളുകളെല്ലാം നമ്മളിലുള്ള കുറച്ച് സ്റ്റോക്കും കൂടെ ഉണ്ട്. അതായത് എൻട്രി ലെവൽ ഒരു 40,000 50,000 റേഞ്ചുള്ള ഗിയർ സൈക്കിൾസ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫോൾഡിംഗ് സൈക്കിൾസും ഉണ്ട് ഹോൺ ബാക്കിൻ്റെ. അതെല്ലാം സ്പെഷ്യൽ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്.